4 മണിക്കുള്ള സ്നാക്ക് റെഡിയാണ്. റവ വെച്ചിട്ടുള്ള ഒരു സ്നാക്കുണ്ട്. പിന്നെ റവ കൊണ്ടുണ്ടാക്കി കഴിഞ്ഞപ്പം ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ കിടപ്പുണ്ട്. അപ്പം ഞാൻ നോക്കി കുറച്ച് മൈദയും പഞ്ചസാരയും അങ്ങ് മിക്സ് ചെയ്തു. ഒരു പഴവും ഉണ്ടായിരുന്നു. പഴത്തിന് അങ്ങ് കട്ട് ചെയ്ത് അതും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് വെച്ച് 2 തരം 4 മണി പലഹാരം റെഡിയാണ്. എല്ലാവർക്കും ഓരോ കഷ്ടങ്ങളായിട്ട് തരാം. ഒരുപാട് കൂട്ടുകാരുണ്ടാകുമ്പോൾ എങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. എല്ലാവരും വായോ, നമുക്ക് കഴിക്കാം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ളൊരു പലഹാരമാണ്. 4 മണി പലഹാരം. റവ ബോണ്ട എന്ന് പറയാം, മൈസൂർ ബോണ്ട എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ചേരുവകൾ കരിവേപ്പില, ഇന്നത്തേക്ക് റവ ഇടുന്നു 1 ഗ്ലാസ്. അത് കഴിഞ്ഞ് സവാള പൊടിയായി അരിഞ്ഞത് ഇടാം, പച്ചമുളക്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ തൈരിനെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. തൈരിലാണിത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങാം. തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കൂട്ട് നന്നായി ഒരുമിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുതിർന്ന് വരണം. ഒരു അരമണിക്കൂർ വയ്ക്കണം. ബേക്കിംഗ് സോഡ ഇല്ല, ബേക്കിംഗ് പൗഡർ ഇല്ല, ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. തൈര് മാത്രമാണിത് പുളിക്കാനുള്ള ഒരു ഉപാധി. തൈരിനെ മിക്സ് ചെയ്തിട്ടുണ്ട്. കട്ടത്തൈരായാലും അതിങ്ങനെ കൂട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുക്കാനുള്ളതാണ്. ചെറിയ ബോളുകളാക്കി എടുക്കാം. അരമണിക്കൂർ ഊറാൻ വെക്കണം. അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ റവ നന്നായിട്ടൊന്ന് കുതിരും. നന്നായിട്ട് കുതിർന്ന ചേരുവകളെല്ലാം കൂടെ ആയി നല്ല എരിവോട് കൂടിയുള്ള നല്ലൊരു 4 മണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്തോളൂ കേട്ടോ. അടിപൊളി ഓരോ വിഭവങ്ങളും റിയാക്ഷൻ വീഡിയോയും ട്രാവലിംഗ് വ്ളോഗും എല്ലാമാണ് അടുത്തടുത്തായിട്ട് വരാൻ പോകുന്നതിന്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വിഭവം രുചിച്ചറിയാൻ വേണ്ടി അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിതിനെ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ടൊന്ന് ഉരുണ്ടതോ നീണ്ടതോ അങ്ങനെ ഷേപ്പൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സ്പൂണിലെടുക്കാവുന്നത് എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതനുസരിച്ച് തിളച്ച വെളിച്ചെണ്ണയിൽ നിന്നും അത് വെന്തിട്ട് വരട്ടെ. എരിവും ഉപ്പും തൈരിൻ്റെ പുളിപ്പും കൂടെ ചേർന്നിട്ടുള്ള ഒരു വിഭവമാണ്. ഗോൾഡൻ കളർ വരുന്ന സമയത്ത് നമുക്കിതിനെ എണ്ണയിൽ നിന്നും വാങ്ങിക്കാം.
4 മണിക്കുള്ള സ്നാക്ക് റെഡിയാണ്. റവ വെച്ചിട്ടുള്ള ഒരു സ്നാക്കുണ്ട്. പിന്നെ റവ കൊണ്ടുണ്ടാക്കി കഴിഞ്ഞപ്പം ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ കിടപ്പുണ്ട്. അപ്പം ഞാൻ നോക്കി കുറച്ച് മൈദയും പഞ്ചസാരയും അങ്ങ് മിക്സ് ചെയ്തു. ഒരു പഴവും ഉണ്ടായിരുന്നു. പഴത്തിന് അങ്ങ് കട്ട് ചെയ്ത് അതും കൂടി അതിൻ്റെ കൂടെ അങ്ങ് വെച്ച് 2 തരം 4 മണി പലഹാരം റെഡിയാണ്. എല്ലാവർക്കും ഓരോ കഷ്ണങ്ങളായിട്ട് തരാം. ഒരുപാട് കൂട്ടുകാരുണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. എല്ലാവരും വായോ, നമുക്ക് കഴിക്കാം.